മലയാള മാധ്യമ രംഗത്ത് വനിതകൾ വളരെ അപൂർവമായിട്ടാണ് ഏറ്റവും ഉയർന്ന പോസ്റ്റുകളിലേക്ക് എത്തിയിട്ടുള്ളത്. ഏഷ്യാനെറ്റിൽ അത് സിന്ധു സൂര്യകുമാറുണ്ട്. അതിനുശേഷം ഇപ്പോൾ റിപ്പോർട്ടറിൽ എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ട് സ്മൃതി പരുത്തിക്കാടുണ്ട്. അപ്പോൾ ആ സ്മൃതി പരുത്തിക്കാട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ്. പക്ഷേ സ്മൃതിയോട് സ്നേഹപൂർവ്വം സ്മൃതിക്ക് പറ്റിക്കൊണ്ടിരിക്കുന്ന ചില തെറ്റുകളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആ തെറ്റുകൾ അവരുടെ വ്യക്തിപരമായ തെറ്റുകളാണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു മാധ്യമ രംഗത്ത് ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ അത്തരം തെറ്റുകൾ പറ്റുമ്പോൾ അത് അങ്ങേയറ്റം ഗുരുതരമായ കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്ര ഓപ്പൺ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. സ്മൃതി പരുത്തിക്കാട് ഏറ്റവും ആദ്യം കൈരളിയിലും പിന്നീട് പഴയ റിപ്പോർട്ടർ ചാനൽ നികേഷിനൊപ്പവും പിന്നീട് നമുക്കറിയാം ഏറ്റവും ഒടുവിൽ മീഡിയ വണ്ണും അതിനുശേഷം ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലൊക്കെ എത്തിയിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകയാണ്. മീഡിയ വണ്ണിലൊക്കെ ഇരുന്നപ്പോൾ ഒരു ഔട്ട് ഓഫ് ഫോക്കസിലൊക്കെ അത്ര കൃത്യമായിട്ട് അഭിപ്രായങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടി ഒരു എക്സ്പോഷർ കിട്ടുകയും കുറേ കൂടി ഇപ്പോൾ മീറ്റ് ദ എഡിറ്റേഴ്സ് പോലെയുള്ള പരിപാടികളിൽ വന്ന അഭിപ്രായങ്ങളൊക്കെ പറയുകയും ചെയ്തു. അതുമാത്രമല്ല സ്മൃതി ഇതിനു മുമ്പ് നയിച്ചിട്ടുള്ള ചർച്ചകളൊക്കെ തന്നെ അതിപ്പോൾ മാതൃഭൂമിയിലാണെങ്കിലും മറ്റു പല മാധ്യമങ്ങളിലാണെങ്കിലും നയിച്ചിട്ടുള്ള ചർച്ചകൾക്കൊക്കെ തന്നെ ഒരു നിഷ്പക്ഷ സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷേ ആ നിഷ്പക്ഷ സ്വഭാവമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ്സിന് തന്നെയും അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ ഇപ്പോൾ വി ഡി സതീശനെ തന്നെയും തന്നെ ഒരു ഗ്ലോറിഫൈ ചെയ്യാവുന്ന ഒരു സമീപനത്തിലേക്ക് സ്മൃതി പരുത്തിക്കാട് നീങ്ങിയിരിക്കുന്നു. അതിൻ്റെ പേരിൽ അവർ നിരവധി ട്രോള് ചെയ്യപ്പെടുന്നുണ്ട്. അതൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല, കാരണം അങ്ങനെയൊന്നും പരിഹസിക്കേണ്ടതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവർ അവരുടെ ബോധ്യങ്ങളിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് മറ്റൊരു തരത്തിലുള്ള അർത്ഥവും നമ്മൾ കൊടുക്കേണ്ടതില്ല. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സ്മൃതി പരുത്തിക്കാട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളായതുകൊണ്ട് അവരൊരു ജേർണലിസ്റ്റ് ക്വാളിറ്റിയിലേക്ക് തിരിച്ചു വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇന്നലെ അവരൊരു ചർച്ച നടത്തി. ആ ചർച്ച നടത്തിയത് നിലമ്പൂർ തീവ്രമാകുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചർച്ചയായിരുന്നു. ആ ചർച്ചയിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കോൺഗ്രസ് ശരിവെച്ചു, അവർ ആ പിന്തുണ സ്വീകരിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനെക്കുറിച്ചൊരു ചർച്ചയാണ് സ്മൃതി പരുത്തിക്കാട് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ നടത്തിക്കൊണ്ടിരുന്ന ചർച്ചയിൽ തന്നെയുള്ള ഒരു കോമ്പിനേഷനിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം അതൊന്ന് സണ്ണിക്കുട്ടി എബ്രഹാമാണ്. സണ്ണിക്കുട്ടി എബ്രഹാം നമുക്കറിയാം, അദ്ദേഹം യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഒരു വക്താവ് തന്നെയാണ്. അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മറ്റാരും പറയുന്നതിനേക്കാൾ അതിഗംഭീരമായി കോൺഗ്രസിൻ്റെ വാദങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു ജേർണലിസ്റ്റാണ്. മുതിർന്ന ജേർണലിസ്റ്റ് കൂടിയാണ്. അദ്ദേഹം നിഷ്പക്ഷമായി പറയും എന്ന് നമ്മളാരും വിചാരിച്ചു കളയരുത്. പിന്നെ ഉണ്ടായിരുന്നത് PK നവാസ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്, ചെറുപ്പക്കാരനായിട്ടുള്ള നേതാവാണ്. കൂടാതെ മൂന്നാമത്തത് BJP ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 3 പേരും ഉണ്ടാകുന്നു. കൂട്ടത്തിൽ നമ്മുടെ വസീഫ് കൂടി ഉണ്ടാകുന്നു. അപ്പോൾ വസീഫ് സംസാരിച്ചു തുടങ്ങിയിട്ടുള്ള സമയത്ത് തന്നെ സ്മൃതി പരുത്തിക്കാട് വസീഫിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. വസീഫിനെ ചോദ്യം ചെയ്യുന്നതിൽ തെറ്റില്ല, കാരണം വസീഫിനോട് ക്രിട്ടിക്കലായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഇത് തുടങ്ങുമ്പോൾ മുതൽ സ്മൃതി കൃത്യമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ഒപ്പം കൂടുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രശ്നമില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ. അങ്ങനെ ഒരു ഇൻ്റർഫിയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സ്വന്തം അജണ്ടകൾക്കനുസരിച്ച് അവർ അഭിപ്രായം പറയണമെന്നുള്ള ലെവലിലേക്ക് അത് വരികയും വസീഫ് അങ്ങനെ തന്നെ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്തു. പൊട്ടിത്തെറിപ്പിച്ചത് കുറച്ച് കൂടിപ്പോയി എന്നുള്ളതാണ്. വസീഫുമായി ഞാൻ സംസാരിച്ചപ്പോൾ വസീഫ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് അത് ഒരു നിവൃത്തിയില്ലാതെ എന്ത് ചെയ്തു പറഞ്ഞു പോയി എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഒരു സാധാരണ വസീഫ് പറഞ്ഞൊരു വാചകമുണ്ട്. വസീഫ് പലവട്ടം പറഞ്ഞു, നിങ്ങൾ VD സതീശൻ്റെ വെള്ളം പൂശാനും അതുപോലെ VD സതീശൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ അദ്ദേഹത്തിന് ഗുണകരമാവുന്ന രീതിയിൽ ഈ ചർച്ച അങ്ങോട്ട് കൊണ്ടുപോകാമെന്നൊന്നും വിചാരിക്കേണ്ട, നിങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് വസീഫ് പൊട്ടിത്തെറിക്കുന്ന ഒരു ശബ്ദ സന്ദേശം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഇതിൻ്റെ ഏറ്റവും ഒടുവിൽ. അപ്പോൾ അതല്ലാത്തതിന് ശേഷം വസീഫ് പറഞ്ഞത് ഒരു സാധാരണ അങ്ങാടിയിൽ ഈ പറയുന്ന പച്ചപ്പടക്കാരുടെയൊക്കെ ഒരു നിലവാരത്തിലേക്ക് മറ്റേ സ്മൃതി പരുത്തിക്കാട് താഴ്ന്നിരിക്കുന്നു എന്നാണ്. അത് പ്രേക്ഷകർക്കൊന്നും കേട്ടിട്ട് മനസ്സിലായിട്ടുണ്ടായില്ല. ഞാൻ തന്നെ വിളിച്ച് ക്ലാരിഫൈ ചെയ്യുകയാണ് ചെയ്തത്. കാരണം ഞാൻ വിചാരിച്ചത് ഒരു അങ്ങാടിയിലുള്ള ഏതെങ്കിലും കച്ചവടത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതല്ല, യഥാർത്ഥത്തിൽ ഈ പറഞ്ഞത് മുഴുവൻ എന്ന് പറയുന്നത് നിങ്ങൾ അറിയേണ്ടത് അങ്ങാടിയിലെ പച്ചപ്പട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. അപ്പോൾ അത്തരത്തിൽ പച്ചപ്പട പിന്നെ മറ്റു പല രീതിയിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ മുസ്ലിം ലീഗിനും പല ആളുകൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ അവരോട് അനുകൂലമായി പ്രകടിപ്പിക്കുന്ന UDFന് അനുകൂലമായി നിൽക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന മെസ്സേജുകൾ നോക്കിയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്, നിങ്ങൾ അത്രയും താണ നിലവാരത്തിലേക്ക് പോയി എന്നുള്ളതാണ്. വസീഫ് ഇത് ഒരു കടന്നാക്രമണമായിട്ടാണ് ഇത് അവതരിപ്പിച്ചതെങ്കിൽ പോലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സ്മൃതി പരുത്തിക്കാട് കുറച്ചുകൂടി നിഷ്പക്ഷത കാണിക്കണം എന്നുള്ളതാണ്. ഈ പറഞ്ഞ വിമർശനങ്ങളോടൊന്നും ഞാൻ അനുകൂലിക്കുന്നില്ല, അല്ലെങ്കിൽ അതൊക്കെ കുറച്ച് അളവിൽ കവിഞ്ഞു പോയി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അതിനെയൊക്കെ വലിയ സമചിത്തതയോടുകൂടി സ്മൃതി പരുത്തിക്കാട് നേരിടുന്നതാണ് കണ്ടത്. പക്ഷെ ഇതിന് ശേഷം
സ്മൃതി 8 മണിക്കുള്ള മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ വന്നിരുന്നു. ഇതിനി ഒരു ചർച്ചയാണ്. അപ്പോൾ ചർച്ചയിൽ ഓരോ പാർട്ടിയുടെ ആളുകളോടും അവർക്കെതിരെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു ആങ്കറുടെ ഉത്തരവാദിത്തം. അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ പി കെ നവാസിനെ കുറിച്ചും നവാസിൻ്റെ അടുത്ത് അത്തരം ചോദ്യങ്ങൾ ഉണ്ടായില്ല. പകരം പി കെ നവാസിൻ്റെ അടുത്ത് പി കെ നവാസിൻ്റെ സൗണ്ടൊക്കെ സംഗീതം പോലെ ആസ്വദിക്കും, നിങ്ങളിതാ കേട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് വസീഫ ചർച്ചയ്ക്ക് ഇരുന്നത്. പക്ഷെ എന്നിട്ട് പോലും പി കെ നവാസിൻ്റെ അടുത്ത് വലിയ തോതിലുള്ള വിമർശന ബുദ്ധിയുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല. യഥാർത്ഥത്തിൽ സ്മൃതി പരുത്തിക്കാട് പി കെ നവാസിൻ്റെ അടുത്തും ചോദിക്കേണ്ടതാണ്. നിങ്ങൾ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടനയെ ഇനിയിപ്പോൾ CPM-ഓ അല്ലെങ്കിൽ ഇടതുപക്ഷമോ ഒരു തെറ്റ് കാണിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അത് നിങ്ങളും കൂടി കാണിക്കാമെന്ന് വിചാരിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കേണ്ടതാണ്. അത്തരം ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളത് പോട്ടെ. ഇതിനെല്ലാത്തിനും ശേഷം എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, അരുൺകുമാറും അതുപോലെ ആൻഡോ അഗസ്റ്റിനും സുജയ പാർവതിയും സ്മൃതി പരുത്തിക്കാട് വരുന്നിട്ടുള്ള മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ആ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ പരിപാടി ഞാൻ കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം സ്മൃതി പരുത്തിക്കാട് കോൺഗ്രസിന് വേണ്ടി അവിടെ അങ്ങേയറ്റത്തെ ന്യായീകരണങ്ങൾ ചമക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. സ്മൃതിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ബൈനറിയായി ഒരു 2 ഭാഗം മാത്രം എടുത്തുകൊണ്ട് ഈ സംഭവങ്ങളെ കാണരുത്. അങ്ങനെ കാണേണ്ട ഒരാളല്ല ജേർണലിസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇപ്പം CPM-ഉം ഇടതുപക്ഷവും ഇതിനു മുമ്പ് തെറ്റ് ചെയ്തിട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സ്മൃതി വളരെ ശക്തിയുക്തം ഈ പറയുന്ന വാദിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അരുൺകുമാറിൻ്റെ അടുത്തും അതുപോലെ തന്നെ സുജയ പാർവതിയുടെ അടുത്തും ഇവരുടെ അടുത്തും ഒക്കെ തന്നെ വാദിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ പരിപാടിയുടെ ഒരു ഫോർമാറ്റ് അതാണ്. ഒരാൾ കോൺഗ്രസിന് വേണ്ടി, ഒരാൾ സുജയ RSSന് വേണ്ടി, അരുൺകുമാർ CPM-ന് വേണ്ടി എന്നുള്ളതാണ് അതിൻ്റെ ഫോർമാറ്റ്. പിന്നെ ഭരണപക്ഷത്തിന് വേണ്ടിയിട്ട് ആൻഡോ അഗസ്റ്റിൻ എന്നുള്ളതാണ് അതിൻ്റെ ഫോർമാറ്റ്. ആ ഫോർമാറ്റിലൊന്നും തെറ്റില്ല. പക്ഷെ പ്രധാനപ്പെട്ടൊരു കാര്യം, നേരത്തെയൊക്കെ സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്നത് കുറച്ചുകൂടി നിഷ്പക്ഷമായി കാര്യങ്ങളെ കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ഒരാൾ ആദ്യം പറയേണ്ട കാര്യം എന്താണ്? ആ കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന PFI-യേക്കാൾ അപകടകാരിയായിട്ടുള്ള ഒരു സംഘടനയോട് ചേരേണ്ട ഒരാവശ്യവും UDF-നോ കോൺഗ്രസിനോ ഒന്നും ഇല്ലായിരുന്നു. ആ പരസ്യ പിന്തുണ സ്വീകരിക്കേണ്ട ആവശ്യവുമില്ലായിരുന്നു. ഇതേ തെറ്റ് തന്നെയാണ് SDPI-യുടെ കാര്യത്തിൽ പാലക്കാടും കാണിച്ചത്. പിന്നെ CPM-ന് പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് സ്മൃതി. അത് അവരൊരിക്കലും ഈ മതരാഷ്ട്രവാദത്തെ അംഗീകരിച്ചിട്ടില്ല. കാരണം അവർ പലപ്പോഴും 2013 തന്നെ, ഈ 2011 ഈ വെൽഫെയർ പാർട്ടി ഉണ്ടായതിനു ശേഷം 2013 തന്നെ മൈക്ക് കെട്ടി പ്രസംഗിച്ചിട്ടുണ്ട് പിണറായി വിജയൻ ഇവർക്കെതിരെ, അല്ലെങ്കിൽ ഇവരുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ. മാതൃഭൂമിയുടെ ഒരു പ്രോഗ്രാമിലാണെന്ന് എൻ്റെ ഓർമ്മ, P ജയരാജൻ ഇവരുമായി ഒരു സംവാദം പോലും അസാധ്യമാണ്, നിങ്ങളങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞൊരു പൊതുപരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അത് ദാവീദ് സാഹിബാണ് അതിൽ എന്ത് ചെയ്തത്, മീഡിയ വണ്ണിൻ്റെ ദാവീദ് സാഹിബാണ് ഇത്തരത്തിൽ വന്നിരിക്കുന്നത്. ഇനി മറ്റ് ചില കാര്യങ്ങളിൽ ദാവീദ് സാഹിബ് പറഞ്ഞ അതേ വാചകങ്ങൾ ഈ മീറ്റ് ദ എഡിറ്റേഴ്സിൽ അവർ മറ്റേ നമ്മുടെ ഔട്ട് ഓഫ് ഫോക്കസിൽ പറഞ്ഞ അതേ വാചകങ്ങൾ സ്മൃതി പരുത്തിക്കാട് ഇതിനകത്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സ്മൃതിയോട് എനിക്ക് സ്നേഹബുദ്ധി ഉപദേശിക്കാനുള്ളത്, സ്മൃതി ഒരു കോൺഗ്രസ്സുകാരി അല്ലെങ്കിൽ VD സതീശൻ്റെ ഒരു അനുയായി എന്നൊക്കെയുള്ള ലെവലിൽ തോന്നിപ്പിക്കുന്ന ഒരാളെന്നുള്ള നിലക്ക് എനിക്ക് വളരെ സ്നേഹബുദ്ധിയാണ് പറയാനുള്ളത്. ഇതിൽ നിന്ന് മാറി ഒരു ജേർണലിസത്തിലേക്കും ജേർണലിസ്റ്റിക് ആയിട്ടുള്ള എത്തിക്സിലേക്കും ഒക്കെ തിരിച്ചു വന്നുകൊണ്ട് കുറച്ചുകൂടി നിഷ്പക്ഷമായി കാര്യങ്ങളെ കാണണമെന്നാണ്. കാരണം സ്മൃതി പരുത്തിക്കാടിന് ഈ 2 ചർച്ചകളിലും എടുത്തിട്ടുള്ള നിലപാടെന്ന് പറയുന്നത്, ഞങ്ങൾ CPM-നെതിരെ കോൺഗ്രസിന് അനുകൂലമായി സംസാരിക്കുന്ന ഒരാളായിട്ടാണ്. അത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുന്നത് താങ്കളുടെ നിലവാരത്തെയും താങ്കളുടെ ആളുകൾ കാണുന്നതിൻ്റെയും ഇഷ്ടപ്പെടുന്നതിൻ്റെയും ഒക്കെ ലെവൽ ഇടിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിനു മുൻപും താങ്കൾക്കെതിരെ ചില BJP അനുകൂല BJP സംഘപരിവാർ അനുകൂല ചില ആളുകളൊക്കെ ഇരുന്ന് വളരെ മോശമായി പറഞ്ഞിട്ടുണ്ട്. ആ മോശമായി പറഞ്ഞതിനെയൊക്കെ അങ്ങേയറ്റം അവജ്ഞയോടുകൂടി വീഡിയോ ചെയ്യുകയും അതിനെ പുച്ഛത്തോടുകൂടി നമ്മൾ തള്ളിക്കളയുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. താങ്കളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകളാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ സ്മൃതി പരുത്തിക്കാടിന് വലിയ വീഴ്ചകൾ ഉണ്ടാകുന്നു. ഒരു എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്നുള്ള നിലക്ക്, ഒരു വനിത എന്നുള്ള നിലക്ക് സിന്ധു സൂര്യകുമാറിനെ പോലെ തീർച്ചയായും ഒരു ചാനലിൻ്റെ വലിയ ഉയരങ്ങളിലേക്ക് എത്തിയ ഒരാളാണ്. ഇപ്പോൾ അത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ആ ചാനലാണെന്ന് കൂടി നമുക്കറിയുന്നു, സന്തോഷം. പക്ഷെ ആ ചാനലിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രകടനം നടത്തുന്നത് താങ്കളുടെ ജേർണലിസം എന്ന് പറയുന്ന ഒരു കരിയറിന് തന്നെ വലിയ തോതിൽ തെറ്റാണെന്നും അത്തരത്തിലുള്ള ഒരു ജേർണലിസത്തിലേക്ക്, അതായത് പ്രോപ്പറായിട്ടുള്ള ഒരു ജേർണലിസത്തിലേക്ക് ഞങ്ങൾ തിരിച്ചു വരണമെന്നും ഒരു രാഷ്ട്രീയക്കാരിയുടെ റോൾ അണിയരുതെന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിന് ശേഷം യഥാർത്ഥത്തിൽ നിങ്ങൾക്കിപ്പോൾ ആ സൗണ്ട് ബൈറ്റുകൾ കൂടി കേൾക്കാം. ഞാനതിന് വളരെ കുറച്ച് സമയം മാത്രമേ കാണിക്കുന്നുള്ളൂ. അത് സ്മൃതി പരുത്തിക്കാടും ഈ പറയുന്ന DYFIയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള വസീഫും തമ്മിലുള്ള സംഭാഷണമാണ്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇറിറ്റേറ്റഡ് ആയിട്ടാണ്, എത്രത്തോളം ഈ പറയുന്ന പോലെ ഒരു കോൺഗ്രസ് അനുകൂലി എന്നുള്ള നിലക്കാണ് സ്മൃതി പരുത്തിക്കാട് ഇതിനകത്ത് സംസാരിക്കുന്നത്. അതിനുശേഷമുള്ള മീറ്റ് എഡിറ്റേഴ്സിലും അരുൺകുമാറിനോട് പോലും
ഈ CPM ചെയ്തിട്ടില്ലേ, കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ UDF ഇപ്പോൾ ചെയ്യുന്നുണ്ട്, അതൊക്കെ തന്നെ നേരത്തെ CPM ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുന്ന വലിയ ചോദ്യങ്ങളുമായി ഇവർ മുന്നോട്ട് വന്നു. ഇനി CPM കോൺഗ്രസും ഒരു തെറ്റ് ചെയ്താൽ രണ്ടും തെറ്റാണെന്ന് പറയാനുള്ള ആർജവം സ്മൃതി പരുത്തിക്കാടിനുണ്ടാവട്ടെ. അത്തരത്തിലുള്ള ഒരു ജേർണലിസ്റ്റായി അവർ മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അതിലേക്ക് എത്രയും പെട്ടെന്ന് സ്മൃതി പരുത്തിക്കാട് തിരിച്ചു വരണം. നിങ്ങൾക്ക് ഈ സൗണ്ട് ബൈറ്റ് കേൾക്കാം. ഇങ്ങനെ കുറേ ഉണ്ട്. അപ്പൊ ഈ പിന്തുണയൊക്കെ ഒരു കാലത്ത് സ്വീകരിച്ചതാണ്. ഇത് ഇങ്ങനെ മുഴുവൻ വായിച്ചിട്ട് കാര്യമില്ല. ഒറ്റ കാര്യമുള്ളൂ. ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗം പറയുകയാണെന്ന് ദയവ് ചെയ്ത് വസീഫ് പറഞ്ഞു. ഒറ്റ കാര്യം പറയുന്നുള്ളൂ. നിങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ അവർ നല്ലതാണ്, അവർക്ക് മതേതര നിലപാടാണ്, അവർ സെക്കുലർ സംഘടനയാണ്. നിങ്ങൾക്ക് പിന്തുണ വിട്ടുകഴിഞ്ഞ് മറ്റൊരു മുന്നണിക്ക് പിന്തുണ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അവർ വർഗീയമാകുന്നു. അവരുടെ ആശയം എന്നുള്ളത് മതരാഷ്ട്രവാദം എന്ന് നിങ്ങൾ പറയുന്നു. ശരി, മതരാഷ്ട്രവാദം എന്ന് പറയുന്നു. കേരളത്തിൽ മുസ്ലിം രാഷ്ട്രം സ്ഥാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തെ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം താങ്കൾ ചൂണ്ടിക്കാണിക്കൂ. അവരുടെ ആശയം അതൊക്കെ തന്നെ, ഒരു സംശയവും. കേരളത്തിൽ അത് ആവശ്യപ്പെട്ട് പറഞ്ഞത് എപ്പോഴാണ്? നിങ്ങൾക്ക് പിന്തുണ നൽകുന്ന സമയത്ത് എന്താണ് നിങ്ങളിത് ഉൾക്കൊള്ളാതിരുന്നത്? ഇപ്പോഴെങ്ങനെയാണ് നിങ്ങൾക്ക് അവർ തീവ്രവും മനുഷ്യരായി പോലും കാണാത്തവരുമായി മാറുന്നത്? അതാണല്ലോ M സ്വരാജ് പറഞ്ഞത്, മനുഷ്യരായി കാണുന്നില്ല എന്ന്. ഇനി ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളുടെ ഉദ്ദേശം ഞങ്ങൾ ഈ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നത് അത് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നതല്ല. നിങ്ങളുടെ പ്രയാസം അവർ UDF വോട്ട് ചെയ്യുമ്പോൾ അതിനെ ഒന്ന് വെള്ളപൂശി എടുക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം. ഇത് കേൾക്കുന്ന ആർക്കും ബോധ്യപ്പെടും, നിങ്ങളുടെ മനസ്സ് എങ്ങനെയായാലും. ഞാനിവിടെ പറയാം, ഞങ്ങൾ എവിടെയും ഇവരൊരു സെക്കുലർ പാർട്ടിയാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഈ 2006 നിങ്ങൾ പിന്തുണ പറയുന്ന ഘട്ടങ്ങളിലെല്ലാം നമ്മൾ ഈ ജമാഅത്തെ ഇസ്ലാമിയെ അത്ര സൂക്ഷ്മമായി ഈ നാട് കാണുകയും അവരുടെ നിലപാടുകൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നത് എന്താ? ഇവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ഇവിടെ ഈ ഒരു മതരാഷ്ട്രവാദത്തിന് വേണ്ടി അല്ലാതെ ഇവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ഈ മത്സരത്തിനും ജനാധിപത്യ സംവിധാനത്തിലൊക്കെ ഇടപെടാൻ അവർ ശ്രമിക്കുന്നത് എന്തിനാ? അവർ ശ്രമിക്കുന്നത് ഈ മതരാഷ്ട്രവാദം സ്ഥാപിക്കാനാണ്. അങ്ങനെ വരുന്ന സമയത്ത്, ഒരു രാഷ്ട്രീയ പാർട്ടിയായി അവർ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരെ നമ്മൾ വിലയിരുത്തും. ആ വിലയിരുത്തുന്ന സമയത്ത് തന്നെയാണ് ഇവരുടെ നേതാക്കന്മാർ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഈ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞതിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തരണോ? നിങ്ങളെ കേൾപ്പിക്കുമോ? നിങ്ങൾ പറയുന്നില്ലല്ലോ. എന്താ പറയാത്ത? നിങ്ങളെ കയ്യിലില്ലാത്തതുകൊണ്ടല്ല, നിങ്ങൾ കാണിക്കാത്തതുകൊണ്ടാ. ഈ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ഈ സ്ഥാനാർത്ഥി പറയുന്ന വീഡിയോ ഉണ്ട്. ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഇന്ന് എങ്ങനെയെങ്കിലും അധികാരം കിട്ടണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന, നേരത്തെ പറഞ്ഞതെല്ലാം വിഴുങ്ങുന്ന KM ഷാജി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ കേരളത്തിലെ ഈ നേതാക്കന്മാരെല്ലാം, UDF നേതാക്കന്മാർ നിങ്ങൾക്കും പറയാലോ. നിങ്ങൾക്ക് ശ്രീരാമകൃഷ്ണന്റെ ഞാനൊന്നും പറയട്ടെ, അങ്ങനെ ഒറ്റ കാര്യമൊന്നും പറയാൻ സൗകര്യമില്ല. ഒറ്റ കാര്യം പറയാനൊന്നും സൗകര്യമില്ല. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഏതെങ്കിലും പത്രത്തിൽ ഒരു കഷണം വാർത്ത എടുത്ത് പറഞ്ഞ് അത് പറയൂ ഇത് പറയൂ എന്ന് പറയാൻ സൗകര്യമില്ല. നിങ്ങളോട് പറയാനുള്ളത്, ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾ പറ, മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്ന, അതെ, ഏത് വാർത്താ സമ്മേളനമായാലും അതിന്റെ ഒരു കഷണം നിങ്ങളോട് എഡിറ്റോറിയൽ വായിക്കാൻ പറഞ്ഞിട്ട് പൂർണ്ണ വായിക്കുന്നില്ല. ഞങ്ങൾ പറഞ്ഞത് മതസംഘടനയാണ് എന്നുള്ള നിലക്കാ. അല്ല, നിങ്ങളുടെ കേട്ട വലിയ വിപ്ലവമാണല്ലോ. നിങ്ങൾ വലിയ വിപ്ലവം നടത്തുന്ന ആളാണല്ലോ. ഇവിടെ തോന്നിയതുപോലെ VD സതീശന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്ലേ. ഇന്ന് VD സതീശൻ പറഞ്ഞോണ്ട് നിങ്ങളുടെ VD സതീശൻ പറഞ്ഞ നിങ്ങൾ കേൾക്കാം. അല്ല, ഉത്തരമുട്ടൊന്നുമില്ല, ഒരു ഉത്തരമുട്ടൊന്നുമില്ല. ഞാൻ പൂർണ്ണമായിട്ടും പറയാം. എന്നെ പറയാൻ അനുവദിച്ചാൽ മതി. ഇടക്കിടക്ക് കയറി ഇങ്ങനെ ചൊറിയണ്ട. ഇടക്കിടക്ക് ഇങ്ങനെ കേറിയിട്ട് ചൊറിഞ്ഞോടുക്കൽ. എന്നെ പറയാൻ സമ്മതിച്ചാൽ നിങ്ങൾ പറയാൻ സമ്മതിക്കാത്ത ചർച്ചയിൽ നിങ്ങൾ മാന്യമായി പറയണം. നിങ്ങളും മാന്യമായി മറുപടി പറയണം. നിങ്ങൾ മാന്യമായി ചോദ്യം ചോദിക്കണം. നിങ്ങൾ മാന്യമായ സമീപനം സ്വീകരിക്കണം. VD സതീശൻ ഇന്ന് മതരാഷ്ട്രവാദത്തിൽ നിന്ന് ഈ ജമാഅത്തെ ഇസ്ലാമി പുറകോട്ട് പോയി ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദത്തിൽ നിന്ന് പുറകോട്ട് പോയി എന്ന് ഞങ്ങൾ എവിടെയും സ്മൃതി, ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. ഇങ്ങനെ അസ്വസ്ഥത കാണിക്കുന്നതിനാ? VD സതീശൻ ഇന്ന് പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്ക് അസ്വസ്ഥതയില്ലേ? ആർക്കാ കാണാത്തത്? നിങ്ങൾക്ക് തന്നെ അസ്വസ്ഥത. നിങ്ങളുടെ ഇത്രയും കാലത്തെ നിങ്ങളുടെ പത്രപ്രവർത്തനം നിങ്ങൾ എടുത്തു നോക്ക്. അസ്വസ്ഥത മാത്രമേ നിങ്ങളുടെ മുഖത്തുള്ളൂ. ആളുകൾ ഇങ്ങനെ വിലയിരുത്തുന്ന ഒരു പ്രവർത്തക, ഒരു മാധ്യമ പ്രവർത്തക ആർക്കാ അറിയാത്തത്? നിങ്ങളുടെ ചാനൽ ഡിബേറ്റിൽ തന്നെ നിങ്ങൾ കേൾക്കുന്നല്ലേ? എന്നാൽ ഞാൻ പറയുന്നത് കേൾക്കൂ. ഒരു 2 മിനിറ്റ് എങ്കിലും എനിക്ക് താ. ഒരു 2 മിനിറ്റ്. നിങ്ങളൊരു വിഷയമാണ്.
നിങ്ങളൊരു വിഷയമാണ്. ബോധപൂർവമായി ചർച്ചയെയും ഇവിടെയുള്ള അജണ്ടകളെയും എല്ലാം വി.ഡി. സതീശൻ അനുകൂലമാക്കി കൊണ്ടുപോകാൻ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കും. നടക്കില്ല. പക്ഷേ എനിക്കൊരു 2 മിനിറ്റ് 2 മിനിറ്റ് ഞാനും പറയട്ടെ. ഇന്നത്തെ ചർച്ച എന്താ? പ്രധാനമായിട്ടും ഈ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളല്ല, അവരതിൽ നിന്ന് പുറകോട്ട് പോയി എന്ന് വി.ഡി. സതീശൻ പറയുക. ഒരു പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് പറയാ. അതല്ലേ ചർച്ച ചെയ്യേണ്ടത്? ഇവിടെ ഏതെങ്കിലും സമയത്ത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അവർ നേരത്തെ മതസംഘടനയായി പ്രവർത്തിച്ചവരാണ്, മതസംഘടനകളായി മാത്രം പ്രവർത്തിച്ചവരാണ്. ആ സമയത്ത് അവരുടേതായ നിലപാടുകൾ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറയും, അവർ പിന്തുണ കൊടുക്കും. എന്നാൽ അവരിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയായി, ഈ മതരാഷ്ട്രവാദത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായി മുന്നോട്ട് വരുന്നവരാ. അങ്ങനെ മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ ഈ മൗദൂദിയെ തള്ളി പറയാൻ അവർ തയ്യാറായിട്ടുണ്ടോ? ഞങ്ങൾ മതരാഷ്ട്രവാദികളല്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പറയേണ്ടതിന് പകരം വി.ഡി. സതീശൻ പറയുന്ന സാഹചര്യമുണ്ടായി. അതിനെയല്ല ഈ കേരളം ചർച്ച ചെയ്യേണ്ടത്. ഇങ്ങനെ ഈ മതരാഷ്ട്രവാദം മുന്നോട്ട് വെച്ച് ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയും മറുഭാഗത്ത് RSSും പ്രവർത്തിക്കുമ്പോൾ ഇവിടെ ഈ ധ്രുവീകരണ രാഷ്ട്രീയത്തിന് ആക്കം കൂട്ടില്ലേ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ഇങ്ങനെയുള്ള സകലരും കൂടി ചേർന്ന് ഒരു ഭാഗത്ത് അണിനിരക്കട്ടെ. അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വർഗീയവാദികളുടെ കേന്ദ്രീകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ പ്രതീക്ഷിച്ചിട്ടും അതിനെല്ലാം മറികടക്കാൻ ഈ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മതനിരപേക്ഷ ബോധ്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് പ്രവർത്തിക്കാനാണ് ഞങ്ങൾ കരുതുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങളിപ്പോ കുറിച്ച് ഞാൻ പറഞ്ഞു. അവസാന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ E.K. നായനാർ മാദിനിയെ തമിഴ്നാട് പോലീസിന് പിടിച്ചുകൊടുത്തു എന്നുള്ളത് ഒരു നേട്ടമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ പീഡിത പാർട്ടിയായി മാറുന്ന ഒരു ഘട്ടമുണ്ടല്ലോ. ഇപ്പോൾ അബ്ദുൽ നാസർ മാദിനിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് മനുഷ്യാവകാശ ലംഘനങ്ങൾ ആ മനുഷ്യരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലൊരു തർക്കവുമില്ല. വിചാരണ കൂടാതെ തടവിക്കഴിഞ്ഞ നേതാവ് അബ്ദുൽ നാസർ മാദിനി സംശയമില്ല. പക്ഷെ ആ സംവിധാനം PDP എന്ന സംവിധാനം ആ നിലയ്ക്കാണോ പ്രവർത്തിക്കുന്നത്? PDP ഇന്ന് പ്രവർത്തിക്കുന്നത് സെക്കുലർ നിലപാട് മുറുകെ പിടിച്ച് തന്നെയാണ്. അവര് നേരത്തെ വർഗീയമായ പ്രസംഗങ്ങൾ ഈ തീവ്രമായ അതാ ഞാൻ പറയുന്നത്. PDPയുടെ നേതാവിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം നമുക്കറിയാലോ. നിങ്ങൾ പറഞ്ഞതുപോലെ E.K. നായനാർ തന്നെ ആ മുഖ്യമന്ത്രി അന്ന്. എന്നാൽ അതുവരെ ഈ തീവ്രമായി ഈ നാട്ടിലാകെ പ്രസംഗിച്ച് ആരോഗ്യമുള്ള സമയത്ത് അദ്ദേഹം പ്രസംഗിച്ച ആ പ്രസംഗങ്ങളുടെ സമയത്തെല്ലാം അവർ പിന്തുണ കൊടുത്തത് UDF-ന് വേണ്ടി പ്രവർത്തിച്ചവരവര്. അന്ന് ഞങ്ങൾ അതിനെ എതിർത്തതാ. അത് തെറ്റാണെന്ന് പറഞ്ഞവരാ. വൈകാരികമായി മുസ്ലിം സമുദായത്തെ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞവരാ ഞങ്ങള്, ഒരു സമുദായത്തെയും. എന്നാൽ പിന്നീട് അദ്ദേഹം തിരുത്തി, അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, എന്റെ പ്രസംഗങ്ങളിൽ അപകടമുണ്ടായിട്ടുണ്ട്, ഞാൻ മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. PDPയുടെ നേതാക്കന്മാർ ആവർത്തിച്ച് പറഞ്ഞു, ഞങ്ങൾ സെക്കുലർ പാർട്ടിയാണ്, ഞങ്ങൾക്ക് മതരാഷ്ട്രവാദമില്ല. PDP എന്തെങ്കിലും മതരാഷ്ട്രവാദത്തിന്റെ ഒരു കണിക പോലും പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആവർത്തിച്ച് പറയുന്നത് അവരുടെ നിലപാടുകൾ എന്താണ്? മതരാഷ്ട്രവാദത്തിൽ ഊന്നി നിന്നുകൊണ്ട് അങ്ങനെ നടക്കുകയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞോട്ടെ, അല്ല മതരാഷ്ട്രവാദത്തിന് വേണ്ടി അവർ സംസാരിച്ചു എന്ന് കരുതി അവരെ നമുക്ക് പിടിച്ചിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അല്ല മതരാഷ്ട്രവാദം പറയുന്നു എന്ന് കരുതി അല്ല ഇവർക്ക് വേണ്ടി പെട്ടെന്ന് മതരാഷ്ട്രവാദം പ്രസംഗിക്കാൻ തുടങ്ങി. ശരി, സമയം പോവുകയാണ്. PK നവാസിലേക്ക്. PK നവാസ്, നിങ്ങളെ സാധാരണ അങ്ങാടിയിലെ പച്ചപ്പടക്കാരുടെ നിലവാരമില്ലാതായി പോയി സ്മൃതിക്ക്. വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ പച്ചപ്പടക്ക് വേണ്ടിയിട്ടാണോ? ആർക്കാ വേണ്ടിയിട്ടാ? നിങ്ങളെ നിലവാരം അളക്കേണ്ടി വരും. അങ്ങനെ നിലവാരം അളക്കേണ്ടി വരും. നിങ്ങളെ നിലവാരം അളക്കേണ്ടി വരും. PK നവാസ് ഇപ്പൊ പ്രേക്ഷകർ കേൾക്കണം. ഈ നവാസ് പറയുമ്പോൾ ഒരക്ഷരം മിണ്ടാതെ PK നവാസ് എല്ലാം കേൾക്കുന്നുണ്ട്. അല്ല പ്രേക്ഷകരെല്ലാം കേൾക്കുന്നുണ്ട്. ഞാൻ ചോദ്യം ചോദിക്കട്ടെ, തടസ്സപ്പെടുത്താതിരിക്കൂ. ഈ സ്മൃതി PK നവാസിലേക്കാണ്.